വിശുദ്ധ സെബാസ്റ്റ്യാനോസ്. ലോകവിശുദ്ധരിൽ കേരളത്തിൽ ഏറ്റവും അധികം ഭക്തരുള്ള വിശുദ്ധനാണ് സെയിന്റ് സെബാസ്റ്റ്യൻ അഥവാ വിശുദ്ധ സെബാസ്റ്റ്യാനോസ്. സെയിന്റ് സെബാസ്റ്റ്യന്റെ തിരുനാൾ കേരളത്തിൽ അമ്പു തിരുനാൾ, മകരം തിരുനാൾ, പിണ്ടി തിരുനാൾ, വെളുത്തച്ഛന്റെ തിരുനാൾ തുടങ്ങിയ പേരുകളിലും അറിയപ്പെടുന്നു. കേരളത്തിൽ അമ്പു തിരുനാൾ ക്രൈസ്തവ ഹൈന്ദവ മതങ്ങളുടെ സൗഹൃദ സംഗമത്തിന്റെ തിരുനാൾ കൂടിയാണ്. ഫ്രാൻസിലെ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നർബോണ എന്ന നഗരത്തിൽ കാത്തലിക് മാതാപിതാക്കളുടെ പുത്രനായി AD 255 സെബാസ്റ്റ്യൻ ജനിച്ചു. ജനിച്ചത് നർബോണയിലാണെങ്കിലും അദ്ദേഹം വളർന്നത് മിലൻ നഗരത്തിലാണ്. സൈനിക സേവനം അക്കാലത്ത് ഉന്നത കുലജാതർ വിശിഷ്ടമായി കണ്ടിരുന്നു. സ്വന്തമായി താല്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിനു വഴങ്ങി അദ്ദേഹം സൈനിക സേവനത്തിനു തയ്യാറായി. അങ്ങനെ 28-ാമത്തെ വയസ്സിൽ അദ്ദേഹം മിലൻ വിട്ട് റോമിലെത്തി. കാരിനസ് രാജാവിന്റെ ഭരണകാലമായിരുന്നു അത്. അക്കാലത്ത് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന ക്രിസ്ത്യൻ ഭടന്മാർ റോമൻ ദേവന്മാരെ ആരാധിക്കണമെന്നു കാരിനസ് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു. എതിർത്തവരെ രാജാവ് വധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സെബാസ്റ്റ്യൻ താൻ ക്രിസ്തുവിശ്വാസിയാണ് എന്ന സത്യം മറച്ചുവെച്ചിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുമായുള്ള യുദ്ധത്തിൽ കാരിനസ് വധിക്കപ്പെട്ടു. ഡയോക്ലീഷ്യനും കാരിനസിനെ പോലെ ക്രിസ്തുമത വിരോധിയായിരുന്നു. രാജ്യത്തുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ, വെള്ളപ്പൊക്കം, ഭൂകമ്പം, വരൾച്ച തുടങ്ങിയവയുടെ കാരണം ക്രിസ്ത്യാനികളാണെന്ന് ആരോപിച്ച് ഡയോക്ലീഷ്യൻ ക്രൈസ്തവരെ കൂട്ടത്തോടെ വധിച്ചിരുന്നു. പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് തന്റെ സഹജീവികൾക്ക് മോചനമുണ്ടാകണമെന്ന് സെബാസ്റ്റ്യൻ ആഗ്രഹിച്ചു. അദ്ദേഹം ആരും അറിയാതെ ക്രിസ്തു വിശ്വാസികളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. AD 288 തന്റെ വിശ്വസ്തനായ സൈനികൻ സെബാസ്റ്റ്യൻ ക്രിസ്തു വിശ്വാസിയാണെന്ന സത്യം ഡയോക്ലീഷ്യൻ മനസ്സിലാക്കി. രാജ്യദ്രോഹ കുറ്റത്തിന് സെബാസ്റ്റ്യൻ തടവിലാക്കപ്പെട്ടു. അപ്പോഴും സെബാസ്റ്റ്യനോട് ഇഷ്ടം നിലനിർത്തിയിരുന്ന ഡയോക്ലീഷ്യൻ റോമൻ ദേവന്മാരെ ആരാധിച്ചാൽ വെറുതെ വിടാമെന്നും പഴയ സ്ഥാനങ്ങൾ തിരികെ നൽകാമെന്നും അറിയിച്ചു. എന്നാൽ ആ ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നത് നിഷ്ഫലമാണെന്നും പ്രപഞ്ച സൃഷ്ടാവായ ജീവിക്കുന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും ഡയോക്ലീഷ്യനെ സെബാസ്റ്റ്യൻ ഉപദേശിച്ചു. പിന്നീട് റോമൻ ദേവന്മാരെ ആരാധിച്ചില്ലെങ്കിൽ തീയിൽ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നാൽ തീ തനിക്ക് പനിനീർ പൂക്കളാൽ നിർമ്മിച്ച മെത്ത പോലെ ആയിരിക്കുമെന്ന് സെബാസ്റ്റ്യൻ ചക്രവർത്തിയെ വെല്ലുവിളിച്ചു. അതുമാത്രമല്ല, ചക്രവർത്തിയോട് താങ്കൾ ക്രിസ്തുമതം സ്വീകരിക്കുവാൻ സെബാസ്റ്റ്യൻ കൽപ്പിച്ചു. ഇതിനാൽ കോപം കൊണ്ട് ജ്വലിച്ച ഡയോക്ലീഷ്യൻ മൈതാന മധ്യത്തിൽ സെബാസ്റ്റ്യനെ മരത്തിൽ കെട്ടിയിട്ട് അമ്പെയ്ത് കൊല്ലാൻ കൽപ്പിച്ചു. ഡയോക്ലീഷ്യന്റെ സേവകർ സെബാസ്റ്റ്യനെ വിവസ്ത്രനാക്കി മരത്തിൽ കെട്ടിയിട്ട് നിരവധി അമ്പുകൾ എയ്തു. രക്തം വാർന്ന് സെബാസ്റ്റ്യൻ അബോധാവസ്ഥയിലായി. എന്നാൽ സേവകർ സെബാസ്റ്റ്യൻ മരിച്ചു കാണുമെന്ന് തെറ്റിദ്ധരിച്ചു. സെബാസ്റ്റ്യന്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചുപോയി. എന്നാൽ അവർക്ക് തെറ്റി. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാരണത്താൽ ആ വരി വന്ന ഐറിൻ എന്ന സ്ത്രീ തന്റെ ചില സുഹൃത്തുക്കളുടെ സഹായത്തോടെ സെബാസ്റ്റ്യന്റെ ശരീരം അവിടെ നിന്ന് എടുത്തുകൊണ്ട് തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സെബാസ്റ്റ്യൻ ആരോഗ്യം വീണ്ടെടുത്തു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ധീരനായ സെബാസ്റ്റ്യൻ വീണ്ടും ചക്രവർത്തിയുടെ മുന്നിൽ എത്തുകയും ക്രിസ്തു വിശ്വാസികളെ പീഡിപ്പിക്കുന്നതിന് ചക്രവർത്തിയെ അതിശക്തമായി ശാസിക്കുകയും ചെയ്തു. ആ സമയത്ത് ഡയോക്ലീഷ്യൻ വളരെയധികം ഭയപ്പെട്ടു. ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഈ വന്നിരിക്കുന്നത് സെബാസ്റ്റ്യന്റെ പ്രേതമാണോ എന്ന് ചിന്തിച്ചു ഭയന്ന് വിറച്ചു നിന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം സെബാസ്റ്റ്യന്റെ സംസാരത്തിൽ നിന്നും ഡയോക്ലീഷ്യൻ ചക്രവർത്തിക്ക് ഇത് സെബാസ്റ്റ്യന്റെ പ്രേതമല്ല, സെബാസ്റ്റ്യൻ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടു. അതിനാൽ സെബാസ്റ്റ്യനോട് എന്നത്തെക്കാളും ഏറെ ദേഷ്യം ഉള്ളവനായി ചക്രവർത്തി തീരുകയും ചെയ്തു. തന്റെ ഭടനോട് രാജസന്നിധിയിൽ വെച്ച് തന്നെ സെബാസ്റ്റ്യനെ ഗദ കൊണ്ട് അടിച്ചു കൊല്ലാൻ ചക്രവർത്തി കൽപ്പിച്ചു. AD 288 ജനുവരി 20-നാണ് അത് സംഭവിച്ചത്. അങ്ങനെ സെബാസ്റ്റ്യൻ ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിയായി തീർന്നു. സ്നേഹം തെളിയിക്കാൻ മരണത്തെക്കാൾ വലിയൊരു മാർഗമില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പാലിച്ചു. യേശുക്രിസ്തുവിനോട് സ്നേഹം കാണിച്ചു. തന്റെ ക്രിസ്തു വിശ്വാസത്തിൽ നിന്നും പിന്മാറാതെ സെബാസ്റ്റ്യൻ ക്രിസ്തുവിനോടുള്ള സ്നേഹം മുറുകെ പിടിച്ചു. ക്രിസ്തുവിനോടുള്ള സ്നേഹം രക്തസാക്ഷിയായി സെബാസ്റ്റ്യനോസ് കാണിച്ചു. പിന്നീട് സെബാസ്റ്റ്യന്റെ ശരീരം ആരും അറിയാതെ ചക്രവർത്തിയുടെ ഭടന്മാർ ഓടയിൽ എറിഞ്ഞു. ഓടയിൽ എറിയപ്പെട്ട ദിവസം തന്നെ ലൂസിന എന്ന സ്ത്രീക്ക് പ്രാർത്ഥനയിൽ വെളിപാട് ലഭിച്ചു. അവർ ചെന്ന് നോക്കിയപ്പോൾ മൃതദേഹത്തിന് ചുറ്റും പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഓടയിൽ പരുന്തുകൾക്ക് സെബാസ്റ്റ്യന്റെ ശരീരം ഭക്ഷിക്കുവാൻ ഭടന്മാർ എറിഞ്ഞു കൊടുത്തതാണ്. എന്നാൽ അവർ ശരീരത്തിന് കാവലായി ആഫിയൻ എന്ന പാതയ്ക്കടുത്തുള്ള ഒരു ഭൂഗർഭ ഗൃഹത്തിൽ ലൂസിന സെബാസ്റ്റ്യന്റെ മൃതദേഹം സംസ്കരിച്ചു. ഇത് ഇന്നൊരു ബസിലിക്ക ദേവാലയമാണ്. സെയിന്റ് സെബാസ്റ്റ്യന്റെ പേരിലുള്ള ആദ്യത്തെ പള്ളി ഈ സ്ഥലത്താണ് സ്ഥാപിതമായത്. ഈ വിവരം അറിഞ്ഞ ഡയോക്ലീഷ്യൻ ചക്രവർത്തി പിന്നീട് ലൂസിനയെ വധിച്ചു. 1875 മിലാനിലും ഇറ്റലിയിലും 1896 ലിസ്ബണിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു. സെയിന്റ് സെബാസ്റ്റ്യന്റെ തിരുസ്വരൂപവുമായി വിശ്വാസികൾ അവിടം തോറും പ്രദക്ഷിണം നടത്തിയപ്പോൾ അവിടെ അത്ഭുതകരമായ രോഗശാന്തിയുണ്ടായി. അതിന് പ്രത്യുപകാരമായി ഒരു കപ്പലിൽ വിശുദ്ധന്റെ തിരുസ്വരൂപവുമായി ലോകം ചുറ്റാൻ ജനങ്ങൾ തീരുമാനിച്ചു. എന്നാൽ അവർ അത് മറന്നു. ആ കാരണത്താൽ പിന്നീട് വീണ്ടും അവിടെ പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴാണ് അവർ ആ
ഒരു തീരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ ലോകം ചുറ്റാൻ ഒരുങ്ങി. ലോകം ചുറ്റാനായി അവർ ഉപയോഗിച്ച കപ്പൽ എളുപ്പത്തിലൊന്നും നശിക്കാത്തതായിരുന്നു. ആ കപ്പൽ നിർമ്മാണത്തിന് വർഷങ്ങളെടുത്തു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അവർ ആ കപ്പലിൽ ലോകം ചുറ്റാൻ ആരംഭിച്ചു. അങ്ങനെ ലോകം ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിലെ ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു കടൽക്ഷോഭം ഉണ്ടാവുകയും കപ്പൽ അവിടെ നിന്നു പോവുകയും ചെയ്യുന്നു. മുമ്പ് എപ്പോഴോ തീരുമാനിക്കപ്പെട്ടതുപോലെയാണ് കപ്പൽ അവിടെ വന്ന് നിന്നുപോയത്. അതൊരു അത്ഭുതമായി കണക്കാക്കുന്നു. അതിനുശേഷം ഈ തിരുസ്വരൂപം ഇവിടുന്ന് സമീപത്തുള്ള അർത്തുങ്കൽ എന്ന ദേവാലയത്തിൽ ഏൽപ്പിക്കണമെന്ന് കപ്പിത്താന് ദർശനം ലഭിച്ചു. അതേസമയം കപ്പലിൽ വന്നെത്തിയ തിരുസ്വരൂപം ഈ ദേവാലയത്തിൽ സ്ഥാപിക്കണമെന്ന് അർത്തുങ്കൽ പള്ളി വികാരിക്കും സ്വപ്ന ദർശനമുണ്ടായി. അങ്ങനെ പള്ളി വികാരി ആ അത്ഭുത തിരുസ്വരൂപം ഏറ്റെടുക്കുന്നു. അങ്ങനെ വിശുദ്ധന്റെ ആ അത്ഭുത തിരുസ്വരൂപം അർത്തുങ്കൽ കടപ്പുറത്ത് ഒരു കുശടി നിർമ്മിച്ച് അതിനുള്ളിൽ സ്ഥാപിച്ചു. ആ തിരുരൂപം ഇന്നും അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക ദേവാലയത്തിന്റെ പഴയ പള്ളിയിൽ തെക്കേ അൾത്താരയിൽ ഭക്തർക്ക് ദർശനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ രൂപക്കൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നു. ലോകമെമ്പാടും ജനുവരി 20-നാണ് വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. എന്നാൽ കേരളത്തിൽ മകരമാസം മുഴുവൻ ആഘോഷിക്കപ്പെടുന്നു. അർത്തുങ്കൽ ദേവാലയത്തിൽ ജനുവരി 10-ന് വൈകിട്ട് 6 മണിക്ക് സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ പതാക ഉയരുന്നു. ജനുവരി 18 രാവിലെ 5 മണിക്ക് നട തുറക്കുന്നു. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് നട തുറക്കൽ ദർശിക്കാനായി ദേവാലയത്തിലെത്തുന്നത്. ജനുവരി 20-നാണ് തിരുനാൾ മഹോത്സവം. അന്ന് വൈകിട്ട് 5 മണിയോടെയായി ദേവാലയത്തിൽ നടത്തപ്പെടുന്ന തിരുനാൾ പ്രദക്ഷിണം ലക്ഷക്കണക്കിന് ജനങ്ങളുടെ അകമ്പടിയോടെയാണ് നടത്തപ്പെടുന്നത്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അർത്തുങ്കൽ ദേവാലയത്തിൽ മാത്രമാണ് വിശുദ്ധ സെബാസ്റ്റ്യനോസ് പുണ്യവാളനെ വെളുത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. ഇതിന് കാരണം അർത്തുങ്കലിന്റെ അപ്പോസ്തോലൻ എന്നറിയപ്പെടുന്ന അർത്തുങ്കലിൽ 33 വർഷം സേവനം ചെയ്ത ജക്കോമോ ഫെനീഷ്യോ എന്ന ഇറ്റാലിയൻ വൈദികനാണ്. അർത്തുങ്കൽ വെളുത്തച്ഛൻ എന്ന പേരിൽ അർത്തുങ്കലിൽ സെബാസ്റ്റ്യനോസ് അറിയപ്പെടാറുണ്ട്. അർത്തുങ്കലിൽ മാത്രമാണ് സെബാസ്റ്റ്യനോസ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. അമ്പു നേർച്ചയാണ് സെബാസ്റ്റ്യനോസിന്റെ പേരിലുള്ള ഏറ്റവും പ്രശസ്തമായ നേർച്ച സമർപ്പണം. അമ്പു തിരുനാൾ കേരളത്തിൽ വളരെയധികം പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന അമ്പു തിരുനാൾ ഡിസംബർ അവസാന ആഴ്ചയിൽ ആരംഭിക്കുകയും ഈസ്റ്ററിന് മുൻപുള്ള 50 നോമ്പിന് മുമ്പായി അവസാനിക്കുകയും ചെയ്യും. അമ്പ് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചതിന്റെ ഓർമ്മയ്ക്കായി അമ്പ് ഒരു പ്രധാന അടയാളമായി വിശ്വാസികൾ കണക്കാക്കുന്നു. വാദ്യവും മേളവും ആട്ടവുമായി പ്രദക്ഷിണങ്ങളും ദീപാലങ്കാരങ്ങളും കരിമരുന്ന് പ്രയോഗവും തിരുനാളിന്റെ ഒഴിച്ചുകൂടാനാകാത്ത ഘടകങ്ങളാണ്. വീടുകൾക്ക് മുന്നിൽ വാഴയുടെ പിണ്ടി കുഴിച്ചിടുകയും അതിൽ അലങ്കരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പിണ്ടി തിരുനാൾ എന്ന് വിളിക്കപ്പെടുന്നത്. ചെറിയ ഇടവകകളിൽ അമ്പ് തിരുനാൾ ദ്വിദിന ആഘോഷം ാണ്. ആദ്യ ദിവസം വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിക്കുകയും രാത്രിയോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജാതിമത ഭേദമന്യേ പ്രദക്ഷിണമായി പള്ളിയിലേക്ക് വരികയും ചെയ്യുന്നു. രണ്ടാമത്തെ ദിവസം ആഘോഷമായ കുർബാനയും പ്രദക്ഷിണവും ഉണ്ടാകും. പട്ടണങ്ങളിലെ പള്ളികളിൽ ടൗൺ അമ്പ് എന്ന പേരിൽ ആഘോഷം സംഘടിപ്പിക്കുന്നു. അമ്പ് നേർച്ചയിൽ പങ്കുകൊള്ളുന്നവർ വിശുദ്ധ സെബാസ്റ്റ്യനോസിന് വേണ്ടി നേർച്ച തെണ്ടാൻ പോകുന്നത് പതിവാണ്. അതായത് സെബാസ്റ്റ്യനോസിന് കാഴ്ച സമർപ്പിക്കാൻ അരി, നാണയങ്ങൾ എന്നിവ മറ്റുള്ളവരിൽ നിന്നും ശേഖരിക്കുന്നതാണ് നേർച്ച തെണ്ടൽ. അതുമാത്രമല്ല, അമ്പിനൊപ്പം അരി വിതറിയിടുകയും നാണയങ്ങൾ ഇടുകയും പൂക്കളിടുകയും ചെയ്യുന്നത് പതിവാണ്. സെബാസ്റ്റ്യനോസ് രക്തസാക്ഷിയായതിനാൽ കൂടുതലും ചുമന്ന നിറത്തിലുള്ള പൂക്കളാണ് അമ്പ് നേർച്ചയിൽ കാണാറുള്ളത്. വിശുദ്ധനായ സെബാസ്റ്റ്യനോസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.